ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഈസി സലാഡാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ സലാഡ് ഉണ്ടാക്കാൻ നോക്കാം. ഒരു നേരം കഴിക്കാനുള്ള സലാഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചെറിയൊരു പീസ് കേബേജ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കുംബർ തൊലി കളഞ്ഞതാണ്. തൊലി കളയാതെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതാക്കിയിട്ട് ഞാൻ അരിഞ്ഞിരിക്കുന്നത് നീളത്തിൽ വേണ്ടി നീളത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ചെറിയൊരു പീസ് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രീൻ ആപ്പിളാണ് ഡയറ്റിനും ഷുഗറിനൊക്കെ ഏറ്റവും നല്ലത് ഗ്രീൻ ആപ്പിളാണ് കേട്ടോ. റെഡിനായിട്ടും ഏറ്റവും ബെറ്റർ ഗ്രീൻ ആപ്പിളാണ്. പിന്നെ നമുക്ക് വേണ്ടത് അനാറാണ്. അനാർ ഒരു ഹാഫ് പീസ്. പിന്നെ കോൺ ഞാൻ വേവിച്ചതാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് മല്ലിച്ചിപ്പ് അതും ചെറിയ പീസായിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ സലാഡ് ലീഫായിട്ട് ലെറ്റ്യൂസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ അറബിക് സലാഡിൻ്റെ ലീഫാണ് എടുത്തിരിക്കുന്നത്. അറബികളൊക്കെ കഴിക്കുന്നുണ്ട്. അവരിതാ ഈ തണ്ട് കൊടുക്കാൻ അങ്ങനെ എടുത്ത് കഴിക്കും. കട്ട് ചെയ്തിട്ട് സലാഡിൽ ഇടൊന്നും ചെയ്തില്ല, അങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ എടുത്ത് കഴിക്കും. അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാത്രം സെപ്പറേറ്റ് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ചെറിയ പീസായിട്ട് ഇട്ട് അത് കൂടെ കഴിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തെന്ന് മാത്രം. ഇനി നമുക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി. സലാഡ് പെട്ടെന്ന് ഉപ്പ് പിടിക്കും. ഇനി ഒലീവ് ഓയിലാണ്. ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു പ്ലേറ്റ് നമുക്ക് ഒരു നേരം കഴിക്കാണ്ടാവും. ഞാൻ രാത്രിയാണ് ഇത് കഴിക്കുന്നത്. രാത്രി ഇത് മാത്രം കഴിച്ചാൽ മതി, വയറ് ഫുള്ളാവും. ഇനി നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉച്ചക്കൊക്കെ കഴിക്കുക, ഡയറ്റ് അങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ ചോറ് ഒഴിവാക്കി കഴിക്കാൻ ഇങ്ങനെയും കഴിക്കുക. പക്ഷെ കൂടുതൽ നമുക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇതൊക്കെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുക. പക്ഷേ ഉപ്പ് ഇട്ട് കൊടുക്കരുത്. കുക്കുംബറൊക്കെ ഇങ്ങനെ വെള്ളമായി ഇങ്ങനെ വരുന്ന സാധനമല്ല. അപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ അത് കുറേ നേരം അങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. കുറേ നേരം ഒന്നും വെക്കാൻ പറ്റില്ല. അത് കഴിക്കുന്ന നേരത്തെ മാത്രം ഉപ്പിട്ടിട്ട് കഴിക്കുക. കൂടുതലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം, ഉപ്പിടാതെ നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ ലീഫ് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഈ ലീഫ് ഇങ്ങനെ തണ്ട് കൊടുക്കണേ കഴിക്കണം. അതാണ് നമ്മളെ ഹെൽത്തിന് നല്ലത്. ഇത് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല ഡയറ്റ്. ഇതുകൊണ്ട് കൂടെ ഇനി നമ്മൾ ഒരു പ്ലേറ്റ് ചോറ് വേറെ എടുത്ത് കഴിക്കാൻ പാടില്ല. ഇത് കഴിക്കുമ്പോൾ ഇത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നമ്മളെ തടിയും നന്നായിട്ട് കുറയും. നമ്മുടെ സ്കിന്നൊക്കെ ആകെ നല്ലൊരു ചേഞ്ച് വരും കേട്ടോ. ഒരു 1 വീക്കോ 2 വീക്കോ നിങ്ങൾ അടുപ്പിച്ച് കഴിച്ചാൽ എല്ലാം മാറ്റം വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ സലാഡ് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.